ഫ്രഷിന് ഞാൻ കൊണ്ടുവരുന്നൊക്കെ യുണീക്നെസ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഞാൻ കൊണ്ടുവരുന്നത്. ചുമ്മാ നിങ്ങൾ ഈ ഒരേ മണം തന്നെ വാങ്ങി ട്രൈ ചെയ്ത് മടുപ്പ് വരരുത്. യുണീക്ക് ആയിട്ടുള്ള ഒരു മണം ഇതിന്റെ ലോങ്ജിവിറ്റി, പ്രൊജക്ഷൻ, ക്വാളിറ്റി, പിന്നെ ഇതിന്റെ ജ്യൂസിന്റെ ക്വാളിറ്റിയും എല്ലാം കൊണ്ടും കിട്ടുന്ന പെർഫ്യൂം. 2024 മാൻസറ പുറത്തിറക്കിയ ഒരു പെർഫ്യൂമാണ് മാൻസറ സിൻക്വറ്റെറ. ഈ ഒരു പെർഫ്യൂം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള 2-3 പേര് പേഴ്സണൽ റെക്കമെൻഡ് ചെയ്തു. നിങ്ങൾ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളൊക്കെ ഈ പെർഫ്യൂം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഈ റെക്കമെൻഡ് ചെയ്ത ആളുകൾ ഒരുപാട് പെർഫ്യൂംസ്, ലീഷ് പെർഫ്യൂംസ്, ഒരുപാട് ഫ്രഷ് പെർഫ്യൂംസ്, ഒരുപാട് ഡിസൈനർ പെർഫ്യൂംസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ എന്റെ ടേസ്റ്റ് അവർക്ക് അറിയാം. അങ്ങനെ ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്തു. അപ്പൊ ഞാനത് വാങ്ങി കയ്യിലുള്ളത് ടെസ്റ്ററാണ്. ഇതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ 1-2 ദിവസം മുമ്പ് ഇത് ട്രൈ ചെയ്തു. വന്നിട്ട് ഏകദേശം 1-2 ആഴ്ചയായി. ഞാൻ ഈ പറഞ്ഞ പോലെ മാൻസറയാണ്. മാൻസറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഓരോ പെർഫ്യൂം എടുത്താലും ഒന്നൊന്നുമായിട്ട് ബന്ധമില്ലാത്ത മണങ്ങളായിരിക്കും. നമ്മൾ ഫ്രഷ് പെർഫ്യൂമിൽ ഇനി എന്തുണ്ടെന്ന് അന്വേഷിക്കുമ്പോൾ മാൻസറ പുതിയത് കൊണ്ടുവരും. അവിടെ ഓരോ പെർഫ്യൂം ഇപ്പൊ നമ്മൾ തന്നെ സെസിലി റിവ്യൂ ചെയ്തു, അക്വാവുഡ്, പിന്നെ അതുപോലെ തന്നെ ട്രോപ്പിക്കലോ ഒരെണ്ണം ഒരു ഫ്രൂട്ടി സ്വീറ്റ് നോട്ട് വരുന്നുണ്ട്, ഒരു കോക്കനട്ടിന്റെ മണം വരുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു, നല്ലൊരു ഫ്രഷ് സ്മെല്ല്, അതൊരെണ്ണം റിവ്യൂ ചെയ്തായിരുന്നു. പിന്നെ ഒരുപാടുണ്ട് മാൻസറയ്ക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ കുറെ പെർഫ്യൂംസ് ഉണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, മാൻസറയുടെ ഓരോ ഫ്രഷ് പെർഫ്യൂം എടുത്താലും അത് യുണീക്ക് ആയിരിക്കും. മറ്റൊരു ബ്രാൻഡിനെ കോപ്പി അടിക്കുന്ന ടൈപ്പേ അല്ല. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. മാൻസറയുടെ പെർഫ്യൂമിന് ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. പീറി മോണ്ടാലെയാണ് ആ വർക്ക് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഉള്ള ഒരു വർക്കാണ് സിഗ്നേച്ചർ എന്നുള്ള ഈ ഒരു പെർഫ്യൂം. അതിന്റെ പ്രൊണൗൺസിയേഷൻ ഇറ്റാലിയൻ ആണ്. അത് അങ്ങനെ തന്നെ ആണോന്നില്ല, പ്രൊണൗൺസിയേഷൻ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് കാണുന്ന രീതിയിൽ വായിച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പം ബോക്സ് ടെസ്റ്റർ ബോക്സ് ആണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ബോക്സിനെ കുറിച്ച് പറയാൻ. ബോട്ടിൽ ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. മാൻസറയുടെ ബോട്ടിലും കാര്യങ്ങളൊക്കെ അറിയാലോ, സെയിം ബോട്ടിൽ ഡിസൈൻ തന്നെയാണ്. ഇവിടെ ഒരു ലൈറ്റ് കളർ, ഉള്ളിലോട്ട് പോകും തോറും പച്ച, പിന്നെ നീല, ഒരു കടൽ തീരത്ത് നിൽക്കുന്ന പോലുള്ള ഒരു ഫീൽ. കടൽത്തിട്ട തിരമാലിരിക്കുന്ന ഭാഗം, ആഴമേറിയ ഭാഗം, ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ സിംഗിറ്റെറ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. EDP ആണ് കോൺസെൻട്രേഷൻ. മുകളിൽ മാൻസറയുടെ ലോഗോ, താഴെ ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ക്യാപ്പ് വരുന്നത് മാഗ്നറ്റിക് ആണ്. സ്പ്രേയർ നല്ല സ്പ്രേയർ ആണ്. ഇനി ഞാനത് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുന്ന മുമ്പായിട്ട് ഇതിന്റെ നോട്ട് ഞാൻ പറയാം. നോട്ട് വരുന്നത് വുഡി, അരോമാറ്റിക്, സിട്രസ്, സോൾട്ടി, ഗ്രീൻ, ഫ്രഷ്, വാം, സ്പൈസി, മോസി, ആംബർ, മറൈൻ. വർക്ക് അറിയാലോ, പ്യൂരി മോണ്ടേലയാണ്, അയാളുടെ തന്നെയാണ് മോണ്ടാലയും മാൻസറയും, അയാൾ തന്നെയാണ് ഓണർ, അയാൾ തന്നെയാണ് പെർഫ്യൂമർ. ഇതിന്റെ ടോപ്പ് നോട്ട് വരുന്നത് ലെമൺ, റോസ്മേരി, കാർഡമം. മിഡിൽ നോട്ടിൽ സീ സോൾട്ട്, സീഡാർ, ഫിഗ് ലീഫ്, പൈൻ, ആംബർ. ബേസ് നോട്ടിൽ ഓക്മോസ്, ടോഗാബീൻ, സാൻഡൽവുഡ്, ലാവെൻഡർ. ട്രൈ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഈ പെർഫ്യൂമില് ഒരു പെർഫ്യൂം മറ്റൊരു പെർഫ്യൂമിനെ ഓർമ്മിപ്പിക്കരുത്. യുണീക്നെസ്സിനാണ് ചെലവ് വരുന്നത്, കോസ്റ്റ് വരുന്നത്. ഈ പെർഫ്യൂം ഭയങ്കര യുണീക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പെർഫ്യൂമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു പെർഫ്യൂമാണ്. ഭയങ്കര യുണീക്കാണ് ഈ ഒരു പെർഫ്യൂം. അതാണ് എടുത്തു പറയേണ്ടത്. നിങ്ങൾ വാങ്ങിയാലും ഇത് ഒരു പെർഫ്യൂമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു മണം. ഓപ്പണിംഗിൽ തന്നെ നമുക്ക് കിട്ടുന്നത് ലെമണും റോസ്മേരിയും. റോസ്മേരി ചിലരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടാകും, ആ ഒരു ഹെർബൽ സ്മെല്ല്. റോസ്മേരി കൊണ്ടുള്ള എണ്ണ കാച്ചിന്റെ തലയിൽ തേക്കാനുള്ള ഒരു സൂത്തിങ് എഫക്ട് ഉണ്ട്. റോസ്മേരിക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള കഴിവുണ്ട്. നല്ലൊരു മണമാണ് റോസ്മേരിയുടെ ഒരു മണം. നല്ല ഹെർബൽ നാച്ചുറൽ സ്മെല്ല്, നല്ല മണമാണ്. അപ്പൊ റോസ്മേരിയുടെ ഒരു നോട്ട് ചേർത്തിട്ടുണ്ട്, പിന്നെ ലെമൺ നോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ കിട്ടുന്നത് സീ സോൾട്ടിന്റെ. ഈ സീ സോൾട്ടിന്റെ മണം എന്ന് പറയുന്നത് നമുക്കിപ്പോ കലോണെ പോലുള്ള നോട്ടുകൾ പക്വാഡിജിയോ, പ്രൊഫോണ്ടോ, പ്രൊഫൂമോ, ദിസേമിയാക്കിയിലൊക്കെ കിട്ടും. പക്ഷെ ഈ സീ സോൾട്ടിന്റെ മണം അതൊരു പ്രത്യേക ഒരു മണമാണ്. കടലിന്റെ മണത്തേക്കാൾ ഉപരി അതിനൊരു എന്താ പറയാ, ഒരു കടലിലെ വെള്ളം നമ്മൾ കടലിൽ കുളിച്ചിട്ട് ഇറങ്ങി ശരീരത്തിൽ അത് പറ്റിപ്പിടിച്ച് വെയിൽ കൊണ്ട് ഉണങ്ങുമ്പോൾ ഒരു മണം വരും, ഉപ്പിന്റെ ഒരു മണം, ഒരു സോൾട്ടി ഫ്രഷ് സ്മെല്ല്. ഇതൊരു ഔട്ട് ഓഫ് ദ ഷവർ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ് മണമല്ല. അതുപോലെ തന്നെ സാധാരണ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ബ്ലൂ ടൈപ്പ് മണമല്ല. ഇപ്പൊ ഡിലൻ ബ്ലൂ, വെർസാച്ചെ, പോർ ഹോം, പ്രൊഫോണ്ടോ, പ്രൊഫൂമോ, അതേപോലെയുള്ള ഒരു ബ്ലൂ ടൈപ്പ് മണമല്ല. പൂർണ്ണമായും ഒരു അക്വാട്ടിക് മണമല്ല. ഇതൊരു മറൈൻ ടൈപ്പ് മണമാണ്. ഈ കടലിലൊക്കെ എപ്പോഴും കടലിൽ യാത്ര ചെയ്യുന്നവര്, കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്നവര്, അങ്ങനെയൊക്കെ അവർക്കറിയാൻ പറ്റും കടലിന്റെ ഈ ഒരു മണം. കടലിന്റെ ഒരു മോസി സ്മെല്ല്, കടൽപ്പായലിന്റെ മണം. കടലിൽ കാറ്റ് വീശുമ്പോൾ കടൽ ഇളകുന്ന സമയത്ത് ഒരു മണം വരും. ഒരു ഉപ്പിന്റെയും കടലിലെ പായലിന്റെയും കടലിന്റെ കാറ്റിന്റെയും ഒരു ഡ്രൈ സ്മെല്ല്. അതാണ് ഇതിന്റെ മണം. ഇത് പക്കാ നാച്ചുറൽ സ്മെല്ലാണ്. ഭയങ്കര യൂണീക്കാണ്. അന്യായ കോംപ്ലിമെന്റും കിട്ടും നമ്മൾ അടിച്ചിട്ട് പോകുമ്പോൾ. ഒരു എനർജറ്റിക് ആയിട്ടുള്ള സ്മെല്ലാണ്. അടിപൊളിയാണ് അതിന്റെ മണം. എനിക്ക് എവിടെയൊക്കെയോ ഓർത്തോ പാരിസി മെഗാമാരെ ട്രൈ ചെയ്തപ്പോൾ കിട്ടിയ ഒരു യുണീക്ക് സ്മെല്ലുണ്ട്. ഒരു സീ സോൾട്ടിന്റെയും അക്വാട്ടിക് അല്ല, മിനറൽ സ്മെല്ല്, മറൈൻ മിനറൽ സ്മെല്ല്, വാട്ടറി സ്മെല്ല്. ആ ഒരു മണം ഇതിന്റെ മണം. ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇത്തിരി പ്രയാസമുള്ള നോട്ടാണ് ഈ സീ സോൾട്ടിന്റെ സ്മെല്ലും പിന്നെ റോസ്മേരിയുടെ മണവും, ഒപ്പം സീഡാർ വുഡിന്റെയും പിന്നെ പൈൻ മരത്തിന്റെ മണം. പൈൻ മരം
പൈൻ മരത്തിന്റെ മണത്തിന് ഒരു ഹെർബൽ നാച്ചുറൽ അല്ലെങ്കിൽ ഒരു എർത്തി സ്മെല്ലുണ്ട്, ഒരു ബൊട്ടാണിക്കൽ ഫ്രഷ് സ്മെല്ല്. ആ ഒരു പൈൻ മരത്തിന്റെ ഒരു മണവും ഞാൻ പറഞ്ഞു നട്ടുച്ച സമയത്ത് ഒരു ജനലൊക്കെ തുറന്നിട്ട് കടലിന് അഭിമുഖമായിട്ടുള്ള ഒരു വീട് ജനൽ തുറന്നിട്ടിട്ടുണ്ട്. കടലിൽ നിന്ന് കാറ്റ് വീശുന്നു, കുളിച്ച് ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നു, ഒരു കഥ എഴുതുന്നു അല്ലെങ്കിൽ ഒരു കവിത എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാട്ട് കേൾക്കുന്നു, ജനൽ വഴി എത്തുന്ന തണുത്ത ഉപ്പുകാറ്റ്, കടലിന്റെ മണം, ദൂരെ നങ്കൂരിട്ടിരിക്കുന്ന കപ്പലുകൾ, പാൽക്കപ്പലുകൾ. അതാണ് ഇതിന്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള മണമാണ് ഇത്, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലാണ്. നമുക്കത് ട്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം പാതിരാത്രി ആണെങ്കിലും ഉച്ചയാണെങ്കിലും രാവിലെ ആണെങ്കിലും നമുക്ക് കടലും ബീച്ചൊക്കെ ആയിരിക്കും ആദ്യം മനസ്സിൽ വരുന്നത്. ശാന്തമായിട്ടുള്ള ഒരു കടലും ബീച്ചിലേക്ക് ഒരു മണം. അത് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്, ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമില്ല. ഒരു പെർഫ്യൂമർ അയാൾ മനസ്സിലത് സങ്കല്പിച്ച് അതൊരു മണമാക്കി മാറ്റി ഒരു കുപ്പിയിൽ നിറച്ച് നമുക്ക് തരുമ്പോൾ നമുക്കും അതുപോലെ ഉണ്ടാവണം. അങ്ങനെ എല്ലാ പെർഫ്യൂമിനും ആ ഒരു ഫീൽ കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ സിങ്ക് ടെറേ എന്നുള്ളത് അതിനെ പറ്റി, ഇത് ഇറ്റലിയിലെ ഏതോ ഒരു കോസ്റ്റ് മേഖലയാണ്. വിനോദസഞ്ചാര ഒരുപാട് ആളുകൾ ചെന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇറ്റലിയുടെ വെസ്റ്റ് ഭാഗത്ത് നിന്നാണെന്ന് തോന്നുന്നു. അവിടെയുള്ള ഒരു മേഖലയാണ് ഈ ഒരു സ്ഥലം. അവിടുത്തെ ലൈഫ് സ്റ്റൈലും ഇറ്റാലിയൻ ഫീലിങ്ങും ഒക്കെ കിട്ടുന്ന ഒരു ഫ്രഷ് പെർഫ്യൂം. ഇതിപ്പോ ഞാൻ പറയുന്നില്ലേ, നമ്മൾ യുണീക് പെർഫ്യൂം വേണം. ഫ്രഷ് പെർഫ്യൂം കുറെ ട്രൈ ചെയ്തു, സിട്രസ്, ഫ്രഷ്, അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത കൂട്ടത്തിൽ ഒരു യുണീക്ക് ആയിട്ട് 10, 60, 80 പെർഫ്യൂം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒരു ഫ്രഷ് പെർഫ്യൂം, അതെല്ലാം ഈ 60 പെർഫ്യൂമിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. ആര് നമ്മൾ ട്രൈ ചെയ്താലും ചോദിക്കണം, എടാ ഇത് ഈ മണം എനിക്ക് കിട്ടിയിട്ടില്ല, ഇത് എന്ത് മണം, ഏത് പെർഫ്യൂമിന്റെ മണമാണ്, ഏത് പെർഫ്യൂം എന്ന് ചോദിക്കണമെങ്കിൽ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുക. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂം. ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ആണ് നിങ്ങൾ യൂട്യൂബിൽ റിവ്യൂ കാണുന്ന സായിപ്പ് അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സ് അവരുടെ പേഴ്സണൽ യൂസിനൊക്കെ ട്രൈ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ഒക്കെ ആയിരിക്കും. സോ സിങ്ക് ടെറേ എന്നുള്ളത് യുണീക്നെസിന്റെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇതിന്റെ ക്വാളിറ്റിയാണ്. അപാര ക്വാളിറ്റിയാണ് ജ്യൂസിന്റെ ക്വാളിറ്റി. നമുക്ക് മാൻസറ അല്ലെങ്കിൽ നീഷ് പെർഫ്യൂം ട്രൈ ചെയ്താൽ പിന്നെ നമുക്ക് തിരിച്ചു പോക്കില്ല. ഒരു ഡിസൈനർ പെർഫ്യൂമിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ആ രീതിയിൽ പണം വെച്ചിട്ടുണ്ട് സിങ്ക് ടെറേ. ചുരുക്കി പറഞ്ഞാൽ ഒരു ധനികനായ ഒരാൾ ക്രൂയിസ് കപ്പലിൽ യാത്ര ചെയ്യുന്നു. കപ്പലിലെ ആഘോഷവും, കപ്പലിന്റെ ഡെക്കിൽ ഇരുന്നിട്ട് കടലിലേക്ക് നോക്കിയിരിക്കുന്നു. കടലിൽ നിന്ന് നല്ല കാറ്റ് വീശുന്നുണ്ട്. കപ്പലിലെ പിറകിലെ കപ്പലിലെ ഉല്ലാസ നൗകയിലുള്ള ആഡംബരവും കടലിന്റെ മണവും അപ്പോഴുള്ള ആ ഒരു എനർജിയും, അതൊക്കെയാണ് ഈ പെർഫ്യൂമിന്റെ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്. അതാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു കടലിൽ നടുക്ക് ഒരു ആഡംബര യാട്ടിൽ ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടും. സോ ഭയങ്കര ഫ്രഷ് പെർഫ്യൂമാണ്, യൂണീക്നെസ് ആണ്. എടുത്തു പറയേണ്ടത് ഇതിന്റെ യൂണീക്നെസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി, പിന്നെ ജ്യൂസിന്റെ ക്വാളിറ്റി, പിന്നെ നീഷാണ്. അറിയാലോ, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മൂല്യം ഉണ്ടാകണം. അപ്പൊ നീഷാണ്, ക്വാളിറ്റി വൈസ് ഒരു രക്ഷയില്ല. മണവും ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള പെർഫ്യൂം. ഫ്രഷ് പെർഫ്യൂം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കും. ഇതൊരു ഇത്തിരി വെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഇറ്റാലിയൻ സായിപ്പൊക്കെ വരുമ്പോൾ അവരിൽ നിന്ന് വരുന്ന മണങ്ങളൊക്കെയാണ് ഇറ്റാലിയൻ ഫീൽ കിട്ടുന്നത്. ഒരു സായിപ്പ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് മണമായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് ഇതിന്റെ മണം. ഓക്കെ, ഇനി ഇതിന്റെ ലോങ്ജിവിറ്റി 10 മണിക്കൂറൊക്കെ നിൽക്കും. 10 മണിക്കൂർ ഭയങ്കര ലോങ്ജിവിറ്റി ചെയ്ത് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇതിന് ലോങ്ജിവിറ്റി 10-12 മണിക്കൂറൊക്കെ നിൽക്കും. 8 സ്പ്രേ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. പെർഫോമൻസിൽ ഒരു ഇതുമില്ല. പിന്നെ പ്രൊജക്ഷനൊക്കെ റൂം ഫില്ല് ചെയ്യും. നല്ല പ്രൊജക്ഷൻ ഉണ്ട്, നല്ല ലോങ്ജിവിറ്റി ഉണ്ട്. അടിക്കേണ്ട ഒക്കേഷൻ ഓഫീസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂം, വെയിലത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം. ഫ്രഷ് പെർഫ്യൂം എവിടെയൊക്കെ അടിക്കണം നിങ്ങൾക്കറിയാം. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഫ്രഷ് പെർഫ്യൂം അടിച്ചിട്ട് പോകേണ്ടത് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സീസണിൽ ഇവനൊക്കെയാണ് വേണ്ടത്. ഇപ്പൊ മാൻസറയുടെ നല്ലൊരു വർക്കാണ് ഈ പെർഫ്യൂം കാണാൻ പറ്റുന്നത്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യാതെ വാങ്ങരുത്. ഇതിന്റെ വില വരുന്നത് 9,400, 9,500, 10 ഈ റേഞ്ചിലൊക്കെയാണ് വില വരുന്നത്. സിങ്ക് ടെറേ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യാതെ വാങ്ങരുത്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ട്രൈ ചെയ്തിരിക്കേണ്ട യുണീക്ക് ആയിട്ടുള്ള ഫ്രഷ് പെർഫ്യൂം. ഫ്രഷിന് ഞാൻ കൊണ്ടുവരുന്ന ഒക്കെ യുണീക്നെസ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഞാൻ കൊണ്ടുവരുന്നത്. ചുമ്മാ നിങ്ങൾ ഈ ഒരേ മണം തന്നെ വാങ്ങി ട്രൈ ചെയ്ത് മടുപ്പ് വരരുത്. ഇപ്പം യൂണീക്ക് ആയിട്ടുള്ള ഒരു മണം ഇതിന്റെ. ഞാൻ പേഴ്സണലി ഒരെണ്ണം വാങ്ങി, ഒരെണ്ണം ഞാൻ ഡീക്കൻ്റ് ആക്കാനും വാങ്ങി. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ലോങ്ജിവിറ്റി, പ്രൊജക്ഷൻ, ക്വാളിറ്റി, പിന്നെ ഇതിന്റെ ജ്യൂസിന്റെ ക്വാളിറ്റിയും എല്ലാം കൊണ്ട് കിട്ടുന്ന പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. 10 ml ഉണ്ട്, 10 ml ഉണ്ട്, 5 ml ഉണ്ട്. ഇതുപോലെ ഒരു 10 ml, 5 ml വാങ്ങുക. 2-3 ഒക്കേഷനിൽ യൂസ് ചെയ്ത് നോക്കുക. വർക്കൗട്ട് ആവുന്നുണ്ടോ നോക്കുക. ചിലർക്ക് ബോഡിയിലായിരിക്കും ലാസ്റ്റ് ചെയ്യുന്നത്, ചിലർക്ക് വസ്ത്രത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 10 ml വാങ്ങുന്നതായിരിക്കും അങ്ങനെയുള്ളവർക്ക് നല്ലത്. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ബോഡിയിൽ അടിച്ച് നോക്കുക, വസ്ത്രത്തിൽ അടിച്ച് നോക്കുക. എവിടെയാണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റിംഗ് കിട്ടുന്നതെന്ന് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഒരു ഫുൾ ബോട്ടിൽ ഓർഡർ ചെയ്യുക. അപ്പോൾ ക്വാളിറ്റി, ലോങ്ജിവിറ്റി, യുണീക്നെസ് എല്ലാം കൊണ്ടും, പെർഫോമൻസിനും എല്ലാം കൊണ്ടും വർത്തായിട്ടുള്ള ഒരു മാൻസറയുടെ അടുത്ത ഒരു പെർഫ്യൂമാണ്. മാൻസറയുടെ ഒരു റഡാറിപ്പെടാത്ത അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂമാണ് സിങ്ക് ടെറേ. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഫ്രഷ് പെർഫ്യൂം, എന്നെ പോലെ ഫ്രഷ് പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇനി എന്തുണ്ട് എന്ന് ആലോചിക്കുന്നവർക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.